കൊറോണയും ഗൂഗിൾ പേയും പിന്നെ നമ്മളും. അപ്പോൾ ഇത് ഗൂഗിൾ പേ എന്ന് പറയുന്ന സംഗതി നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ അത് ആദ്യം അടിച്ചു പൊട്ടിച്ച ആൾക്കാരാണ് നമ്മളെ CPM-ൻ്റെ ഒക്കെ ഇടതുപക്ഷം. അവരെ നമ്മൾ മോശമാക്കി പറയില്ല. ഇപ്പോൾ ഒക്കെ കമ്പ്യൂട്ടർ ഇല്ലാണ്ട് നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്കിലും അന്ന് ഇത് ഈ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് വന്നപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ ഇതൊക്കെ അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ ഒന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ നമ്മളെ ജോലിയെ ഇല്ലാണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണല്ലോ കമ്പ്യൂട്ടർക്ക് വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത് വേറെ ചർച്ച ചെയ്യേണ്ട സബ്ജക്റ്റാണ്. എങ്കിലും ഈ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ഓൺലൈന് ഈ കൊറോണയ്ക്ക് ശേഷം നമ്മൾ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഓൺലൈനിലേക്ക് മാറണം എന്നുള്ള ഉദ്ദേശത്തിൽ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. കംപ്ലീറ്റ് ആൾക്കാരെ ഒന്ന് ട്രെയിനിങ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻ്റർനാഷണൽ ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചാന്ന് തോന്നുന്നുണ്ട്. കൊറോണ എന്ന് പറഞ്ഞ സാധനം പ്രചരിപ്പിച്ചിട്ട് എല്ലാവരെയും ഈ ഓൺലൈനിലേക്ക് കണ്ട് പ്രചരിപ്പിക്കുക. കാരണം കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ടവറുകളൊക്കെ ഫിറ്റ് ചെയ്ത് റെഡി ആയതിനു ശേഷമാണ് ഈ കൊറോണനെ അങ്ങോട്ട് ഇറക്കി വിട്ടത്. അല്ലെങ്കിൽ ആ ഒരു പേരിൽ 4G ഒക്കെ എല്ലായിടത്തും വന്നതിന് ശേഷം അറിയില്ല എന്താ പ്ലാൻ എന്നുള്ളത്. എങ്കിലും ഗൂഗിൾ പേ കാശല്ലാതെ പണ്ട് നമുക്ക് കാർഡായിരുന്നു, ATM കാർഡ്. കാരണം കാർഡിൽ നിന്ന് പൈസ കിട്ടുന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നില്ല. അത് കിട്ടി തുടങ്ങിയപ്പോൾ എല്ലാവരും വിശ്വാസമായി. കാരണം പ്ലാസ്റ്റിക് കാർഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കുകയെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഗൂഗിൾ പേ അല്ലാത്ത എത്ര പേരുണ്ടെന്ന് ഹോട്ടലിൽ, ചായക്കടയിലും തട്ടുകടയിലും റോട്ട് കടയിലും ഭിക്ഷക്കാർ വരെ ഗൂഗിൾ പേയുടെ കാർഡ് കാണിച്ചു കൊടുക്കും. ഇതിൽ ഇങ്ങോട്ട് ഇട്ടോളം പറഞ്ഞിട്ട് അത്രയും ഗൂഗിൾ പേ കയറി വന്നു. അപ്പോൾ ഇന്നും പ്രോപ്പർ ബില്ലിങ്ങോ KOTയോ ഒന്നും ഇല്ലാത്ത ഹോട്ടലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെയാണ് നമുക്ക് ഈ 100 പേര് തുടങ്ങിയ 90 പേര് പരാജയപ്പെടുന്നതിൻ്റെ കാരണക്കാർ. പറ്റൂല്ലെങ്കിൽ തുടങ്ങാണ്ട് വിടുന്നേ. തുടങ്ങി വിജയിപ്പിക്കുന്നവരെ പേരും കൂടെ കളയരുത്. നിങ്ങളൊരു ഹോട്ടൽ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൻ്റെ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കൂ, പഠിക്കൂ, അതിൻ്റെ ഒരു മെൻറ്ററെ കണ്ടെത്തൂ, അതിനൊരു കോച്ചിനെ കണ്ടെത്തൂ. 20 ലക്ഷം 30 ലക്ഷം കളയുന്നതിന് മുന്നേ ഒരു 10,000 രൂപ സ്പെൻഡ് ചെയ്യുമോ, നിങ്ങൾക്ക് ഉചിതമായൊരു തീരുമാനം എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കൊറോണ നമ്മളെ ഓൺലൈനിലേക്ക് തള്ളിയിട്ടു. പിന്നെ നമ്മുടെ ഈ ഗൂഗിൾ പേ അതൊരു ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റാണ്. ഇപ്പോൾ അവർ പൈസ മേടിച്ചു തുടങ്ങി. 2024 ഇപ്പോൾ അവർ സ്റ്റാർട്ടിങ് പൈസ മേടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓരോ പേയ്മെൻറ്റ്. മുമ്പ് ഫ്രീ ആയിരുന്നു. ഫ്രീ തന്നിട്ട് നമ്മൾ അതിനകത്ത് കയറ്റി, ഇല്ലെങ്കിൽ നമ്മളതിൽ കയറ്റി ഇരിക്കും അവർ, കാരണം അതിൻ്റെ ഈസി വേ. അപ്പോൾ ഇന്ന് ഒരു കിച്ചൺ ഹാൻഡിൽ ചെയ്യുന്നത്, അതുപോലെ കുക്കിനെ ട്രെയിനിങ് കൊടുക്കുന്നത്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയുടെ പൗഡർ വരുന്നുണ്ട്. ഉപയോഗിക്കുന്നവരുണ്ട്, ഉപയോഗിക്കാത്തവരുണ്ട്. ഉപയോഗിക്കുന്നവൻ ഫാസ്റ്റായി, ഉപയോഗിക്കാത്തവൻ തേങ്ങ ചിരകിയിട്ട് ഇപ്പോൾ സമയം കളയാണ്. മനസ്സിലായ? അങ്ങനെയാണ് ടെക്നോളജികൾക്കനുസരിച്ചിട്ടുള്ള സാധനങ്ങളെ, ക്ലാസ്സുകളും മെഷീനറികളും ഇതൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്തിരിക്കണം. പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നവർ പ്രത്യേകിച്ച്, അത് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പാലും വെള്ളത്തിൽ പണി കിട്ടിയെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പിന്നിൽ നിൽക്കേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഹോട്ടലിനെ വിചാരിച്ച പോലെ വിജയിപ്പിക്കാൻ പറ്റില്ല. കാരണം വിപണിയെ ശരിക്കും മനസ്സിലാക്കണം നമ്മൾ. ഇപ്പോൾ പണ്ട് മല്ലി മുളകൊക്കെ നമ്മളെ കിച്ചണിൽ ഒക്കെ നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിക്കൽ മാത്രമല്ലേ, ഇന്ന് ഫുള്ള് ഈ പല കമ്പനികളുടെ സാധനങ്ങൾ മേടിക്കലാണ്. അത് കേടുവരാതിരിക്കാനുള്ള വിഷാംശം, അതുപോലെ കുരുമുളക് പൊടി മേടിച്ച എല്ലാ കമ്പനിയുടെയും പൊട്ടിച്ചൊന്ന് വെച്ച് നിങ്ങൾ കുറച്ച് പൊടിച്ചാൽ മനസ്സിലാവും ഇവൻ്റെയൊക്കെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. അതൊക്കെ ഇട്ടിട്ടാണല്ലോ കൊടുക്കുന്ന കസ്റ്റമർക്ക്. അപ്പോൾ നല്ല ബിസിനസ് ആയിരിക്കും കിട്ടുക. കാരണം നല്ല പഠിച്ചൊരു കുക്കിനും ചെയ്യാൻ പറ്റില്ല. എന്നെക്കൊണ്ട് അങ്ങനെ വാങ്ങിച്ച സാധനങ്ങൾ കൊണ്ട് ചെയ്യാൻ വളരെ പ്രയാസമാണ്. ഏറെ കുറച്ച് സാമ്പാറൊക്കെ വെക്കാം, ബാക്കിയുള്ളത് എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് കഴിയില്ല. വെച്ച് കഴിഞ്ഞാൽ അത് പാടും. കാരണം അവരെന്ത് മെഷർമെൻറ്റിലാണ് ഇതൊക്കെ, ഇനി എന്തോരം അതിൽ മരപ്പൊടിയാണോ മുളക് പൊടിയാണോ ഒന്നും നമുക്കറിയില്ല. അത് വേറൊരു ചർച്ച. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഗൂഗിൾ പേ ഒക്കെ നമ്മൾ സ്വീകരിച്ച് അതിലേക്ക് എത്തി, വാട്സപ്പൊക്കെ നമ്മൾ ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആസ് ഓണർ നിന്നോട് കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സംഗതി നടക്കില്ല. എനിക്കൊരു ഒരു ഒരു മാസത്തിൽ ചുരുങ്ങിയത് ഒരു 20 കോളെങ്കിലും വരും. എന്ത് പറഞ്ഞിട്ട്? അത് 2023 വരെ കേട്ടാ. അത് വെറും സാറേ ഹോട്ടൽ ആകെ ഫെയിലായിട്ടിരിക്കുകയാണ്, എന്തൊരു വഴിയുള്ളത്,
രക്ഷപ്പെടുത്താൻ. ഇതൊക്കെ തുടങ്ങുന്നതിന് മുന്നേ അതിനെ കുറിച്ചിട്ട് വിശകലനം ചെയ്യണ്ടേ? പോട്ടെ. ഇപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും പഠിച്ച് രക്ഷപ്പെടുക. എത്ര പൊളിഞ്ഞാണെങ്കിലും അതൊക്കെ നമ്മൾ സൂപ്പർ ഹിറ്റായിട്ട് വിജയിപ്പിച്ചു കൊടുക്കും. അതൊക്കെയാണ് എൻ്റെ ഒരു ചലഞ്ച്, എൻ്റെ ഒരു ആവേശം എന്ന് പറയുന്നത് അതൊക്കെയാണ്. അപ്പോൾ എത്ര പൊളിഞ്ഞാലും ഞാനത് ശരിയാക്കി കൊടുക്കൂട്ടെ. അതിനുള്ള മന്ത്രങ്ങളൊക്കെ എനിക്കറിയാം. ചെയ്യാറുണ്ട്, ചെയ്യിപ്പിച്ച് സക്സസ് ആക്കി കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. എങ്ങനെ പിന്നെ തുടങ്ങുമ്പോഴേ ഇതൊക്കെ ഒന്ന് ദയവ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നമ്മൾ അതിൻ്റേതായ ട്രാക്കിലൂടെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്തൊരു സക്സസ് ഉണ്ടാക്കാം. അപ്പോൾ ഗൂഗിൾ പേ സ്വീകരിച്ച നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പുതിയതായിട്ടുള്ള രീതികളും ടെക്നോളജികളും പരിശീലനങ്ങളും ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ അത് തന്നെ മതി നിങ്ങളുടെ വൻ വിജയത്തിന്. അപ്പോൾ ഏറെക്കുറെ ഞാൻ പറഞ്ഞ ടോപ്പിക്സിൻ്റെ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ ചെയ്യാം. കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ നിർബന്ധമായിട്ട് തന്നെ അറിയിക്കണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ചാൽ നല്ല അറിവുകളാണ് മിസ്സാവാതെ നിങ്ങൾക്ക് അത് കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ എപ്പിസോഡ് കണ്ടതിന് നിങ്ങൾക്ക് എൻ്റെ വക കൺഗ്രാറ്റ്സ്.